യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. 25 ലക്ഷം കോടി ഡോളറാണ് അമേരിക്കയുടെ GDP. ലോകം മുഴുവൻ ഇത്രയധികം സാമ്പത്തിക ആധിപത്യം കൈവരിച്ച മറ്റൊരു ശക്തി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ ഈ സാമ്പത്തിക ശക്തിയുടെ മൂലക്കല്ലായിട്ടുള്ളത് അമേരിക്കയുടെ കറൻസിയായ US ഡോളർ തന്നെയാണ്. ലോക വാണിജ്യരംഗം അടക്കി വാഴുന്ന ലോക കറൻസിയായി ഡോളർ മാറിയതെങ്ങനെ? ഇപ്പോൾ വാർത്തകളിൽ വീണ്ടും ചർച്ചയാകുന്ന സൗദിയുടെ പെട്രോ ഡോളർ കരാർ ഡോളറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? ലോക കറൻസിയായുള്ള ഡോളറിന്റെ ആധിപത്യം അവസാനിക്കുകയാണോ? പകരമെന്ത്? ഈ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജസ്റ്റിൻ തോമസ് ആൻഡ് വി ആർ ജസ്റ്റിൻ കോൺവെർസേഷൻസ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസിയാണ് US ഡോളർ. മറ്റ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ അതിവ്യാപിതമായ വാണിജ്യ ശൃംഖലകൾ അമേരിക്കയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായി മാറ്റുന്നു. അമേരിക്കൻ എക്കണോമിയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും വലിയ പ്രഭാവം ഉണ്ടാക്കുന്നു. ലോക വിപണിയിലെ സ്റ്റാൻഡേർഡ് കറൻസിയായി ഡോളർ നിലനിൽക്കുന്നത് US ഗവൺമെന്റിന് അഭൂതപൂർവമായ ആജ്ഞാശക്തിയാണ് നൽകുന്നത്. എങ്ങനെയാണ് ഡോളർ ഇത്രയും ശക്തമായ കറൻസിയായി മാറിയത്? അത് പരിശോധിക്കുവാനായി നമുക്ക് 1.5 നൂറ്റാണ്ടോളം പിന്നോട്ട് സഞ്ചരിക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം. അന്ന് ലോകമെമ്പാടും കൊളോണിയൽ സാമ്രാജ്യങ്ങളുള്ള ബ്രിട്ടൻ ആയിരുന്നു ആഗോള വിപണിയുടെ നേതാക്കളായിരുന്നത്. ബ്രിട്ടന്റെ ഈ സാമ്പത്തിക ശക്തിയോട് കിടപിടിക്കുന്നവരായിരുന്നു കൊളോണിയൽ ശക്തിയായിരുന്ന ഫ്രാൻസും വ്യാവസായിക ശക്തി കൊണ്ട് വളർന്ന ജർമ്മനിയും ഓസ്ട്രിയോ ഹംഗേറിയൻ സാമ്രാജ്യവും. യൂറോപ്യൻ കുടിയേറ്റക്കാർ കെട്ടിപ്പൊക്കിയ അമേരിക്ക എന്ന താരതമ്യേന പുതിയ രാജ്യം യൂറോപ്പിലെ ഈ പരമ്പരാഗത ശക്തികൾക്ക് മുന്നിൽ ലോകം മുഴുവൻ സ്വാധീനം ചെലുത്തുന്ന ലോകശക്തിയായി അക്കാലത്ത് വളർന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 1914 പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധം അമേരിക്കയുടെയും യൂറോപ്പിന്റെയും തലവര മാറ്റിമറിച്ചു. ഏറെ നാളുകൾ നീണ്ടുനിന്ന ഈ മഹായുദ്ധത്തിൽ എല്ലാ മുൻനിര യൂറോപ്യൻ രാജ്യങ്ങളും പങ്കെടുത്തു. ലോകം അന്നുവരെ കാണാത്ത ആ മഹായുദ്ധം നയിക്കുവാൻ വേണ്ട ആയുധങ്ങളും വിഭവങ്ങളും മതിയാകാതെ വന്നപ്പോൾ യൂറോപ്പ് ആശ്രയിച്ചത് അമേരിക്കയാണ്. അറ്റ്ലാന്റിക് മുതൽ പസഫിക് വരെ വ്യാപിച്ചു കിടക്കുന്ന അമേരിക്ക എന്ന ഈ മഹാരാജ്യത്തിൽ കാർഷിക വ്യാവസായിക സംരംഭങ്ങൾക്ക് ആവശ്യമായ റിസോഴ്സുകളും അധ്വാനിക്കുവാൻ തയ്യാറായ ഒരു വലിയ ജനാവലിയും ഉണ്ടായിരുന്നു. യൂറോപ്യൻ യുദ്ധത്തിൽ ആദ്യം അമേരിക്ക പങ്കെടുത്തത് യൂറോപ്പിന്റെ സപ്ലയർ ആയിട്ടാണ്. അങ്ങനെ യൂറോപ്പിന് ആവശ്യമായ ആയുധങ്ങളും വിഭവങ്ങളും അമേരിക്ക ഉൽപാദനം ചെയ്തു. യൂറോപ്യൻ മഹാശക്തികളുടെ ധനശേഖരങ്ങൾ അമേരിക്കയിലേക്ക് ഒഴുകി. ഇത്രനാൾ സമാഹരിച്ച സൈനിക ശക്തി വിന്യസിച്ച് യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ തോൽവിയുടെ വക്കിൽ നിന്നും ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ഉൾപ്പെടുന്ന സഖ്യകക്ഷികളെ അമേരിക്ക കരകയറ്റി യുദ്ധം വിജയിപ്പിക്കുന്നു. ലോക മഹാശക്തികളുടെ നിരയിലേക്ക് അമേരിക്കയുടെ കുതിച്ചുചാട്ടമായിരുന്നു അത്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച് ഏകദേശം 20 വർഷം പൂർത്തിയായപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. ആദ്യത്തേതുപോലെ യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള ഈ യുദ്ധത്തിൽ അമേരിക്ക പങ്കെടുത്തില്ല. വീണ്ടും യുദ്ധത്തിന് ആവശ്യമായ വിഭവങ്ങൾ വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ച് ആദ്യത്തേതിനേക്കാൾ കൂടുതൽ യൂറോപ്യൻ ധനം അമേരിക്കൻ തീരങ്ങളിലേക്ക് എത്തുന്നു. ഇത്തവണയും യുദ്ധത്തിന്റെ അവസാന പാദത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ സഖ്യങ്ങളോട് ചേർന്ന് യുദ്ധത്തിലിറങ്ങിയ അമേരിക്ക അവരെ വിജയത്തിലേക്ക് നയിക്കുന്നു. തുടരെയുള്ള 2 മഹായുദ്ധങ്ങൾ യൂറോപ്യൻ സൂപ്പർ പവറുകളെ പാടെ തളർത്തിയപ്പോൾ അമേരിക്ക അഭൂതപൂർവമായ വളർച്ചയാണ് കൈവരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക, സാമ്പത്തിക, വ്യാവസായിക ശക്തിയായി 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക മാറി. ലോകത്തിലെ സ്വർണ്ണ ശേഖരത്തിന്റെ 75% അന്ന് അമേരിക്ക എന്ന ഒറ്റ രാജ്യത്തിന് സ്വന്തമാകുന്നു. 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ 1944 US ന്യൂ ഹാംഷയർ സ്റ്റേറ്റിലെ ബ്രെറ്റൺ വുഡ്സ് എന്ന സ്ഥലത്ത് UK, സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ 44 രാജ്യങ്ങൾ US അധ്യക്ഷതയിൽ യോഗം ചേർന്നു. യുദ്ധാനന്തര ലോക സാമ്പത്തിക വ്യവസ്ഥയെപ്പറ്റി നിർണായകമായ തീരുമാനങ്ങൾ അവിടെ വെച്ച് കൈക്കൊണ്ടു. അതിലൊന്ന് ഡോളറുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളും അവരുടെ കറൻസി US ഡോളറുമായി പെഗ് ചെയ്യുവാൻ, അതായത് US ഡോളറുമായി ബന്ധപ്പെടുത്തുവാൻ തീരുമാനിക്കുന്നു. കറൻസി അച്ചടിക്കുമ്പോൾ അതിന് തത്തുല്യമായ സ്വർണം സൂക്ഷിക്കുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് നിലനിൽക്കുന്ന കാലമായിരുന്നു അത്.
75% ലോക സ്വർണശേഖരവും കൈവശമുള്ള അമേരിക്കയ്ക്ക് ഡോളറിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എളുപ്പമായിരുന്നു. സ്വർണശേഖരം വേണ്ടുവോളം ഇല്ലാത്ത സാഹചര്യത്തിൽ ഡോളറുമായി പെഗ് ചെയ്ത് കറൻസി അച്ചടിക്കുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് എളുപ്പമായി മാറുകയും ചെയ്തു. ഓരോ $35 28.5 ഗ്രാം സ്വർണത്തിന് തുല്യമായി നിലനിർത്തുമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഡോളറുമായി അമേരിക്കൻ സെൻട്രൽ ബാങ്കിനെ സമീപിക്കുന്നവർക്ക് തത്തുല്യമായ സ്വർണം റിഡീം ചെയ്യുവാനുള്ള അവസരം അമേരിക്ക വാഗ്ദാനം ചെയ്തു. ആഗോള വിപണിയിൽ കച്ചവടം ചെയ്യാൻ സ്വർണത്തിന് പകരമായി, എന്നാൽ സ്വർണത്തിനേക്കാളും സുഗമമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് ഡോളറാണ് എന്ന സാഹചര്യം ഉരുത്തിരിയുന്നു. സ്വർണശേഖരം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിന് പകരമായി ഡോളർ സമാഹരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഡോളർ ലോക കറൻസി ആവുകയും എല്ലാ രാജ്യങ്ങളുടെയും റിസർവ് കറൻസിയായി മാറുകയും ചെയ്തു. സൗദി അറേബ്യ ഉൾപ്പെടുന്ന അറബ് പ്രദേശങ്ങൾ 1940-കൾക്ക് മുന്നേ ലോകത്തിലെ തന്നെ ഏറ്റവും ദരിദ്ര മേഖലകളിൽ ഒന്നായിരുന്നു. 1930-കളിലും 40-കളിലും തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ എണ്ണശേഖരങ്ങൾ കണ്ടെത്തുവാൻ അമേരിക്ക ലോകമെമ്പാടും തിരച്ചിൽ നടത്തുന്ന കാലം. അമേരിക്കൻ കമ്പനികൾ സൗദിയിൽ പെട്രോൾ ഖനനം ആരംഭിക്കുന്ന ഈ കാലത്ത് ലാർജ് സ്കെയിൽ പെട്രോൾ ഖനനം നടത്തുവാനുള്ള സാങ്കേതിക വിദ്യ സൗദിയുടെ പക്കൽ ഇല്ലായിരുന്നു. 1940-കളിൽ അമേരിക്കയുടെ പെട്രോൾ ഖനനം തടയുവാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇറ്റലി ഉൾപ്പെടെയുള്ള ആക്സിസ് പവേഴ്സ് സൗദിയെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് പെട്രോളിന്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കിയിരുന്നു. വരും കാലത്തിന്റെ കറുത്ത സ്വർണമാണ് പെട്രോൾ എന്ന് തിരിച്ചറിഞ്ഞ FDR സൗദി രാജാവുമായി കരാറിലേർപ്പെടുന്നു. പെട്രോൾ ഖനനത്തിന് ആവശ്യമായ ടെക്നോളജിയും സൗദിയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ സൈനിക സഹായങ്ങളും ആയുധങ്ങളും അമേരിക്ക നൽകാം. പകരം സൗദി ആഗോള വിപണിയിൽ പെട്രോൾ വിൽക്കുമ്പോൾ ഡോളറിൽ മാത്രമേ വിനിമയം നടത്താവൂ എന്നതായിരുന്നു ആ കരാർ. 1945-ൽ FDRും സൗദി രാജാവും പെട്രോ ഡോളർ കരാർ ഒപ്പുവെക്കുന്നു. സൗദിയിലും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും വൻ പെട്രോളിയം ശേഖരം കണ്ടെത്തുന്നു. മിഡിൽ ഈസ്റ്റ് അതിവേഗം സമ്പന്നമാകുന്നു. ഒപ്പം ആഗോള വിപണിയിൽ ഡോളറിന്റെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുന്നു. 1970-കളിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ ചിലവുകൾ, അതായത് ഗവൺമെന്റ് സ്പെൻഡിംഗ് ക്രമാതീതമായി ഉയർന്നു. വിയറ്റ്നാം യുദ്ധവും മറ്റ് സൈനിക ചിലവുകളും അമേരിക്കയുടെ സ്വർണ്ണ നിക്ഷേപത്തിൽ വൻ ഇടിവുണ്ടാക്കി. ഡോളറിന് പകരം സ്വർണം എന്ന ബ്രെറ്റൻ വുഡ്സ് ഉടമ്പടി നിറവേറ്റാനാവാത്ത സാഹചര്യമുണ്ടാകുന്നു. അമേരിക്കൻ ഡോളറിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. 1973-ൽ അന്നത്തെ US പ്രസിഡന്റ് റിച്ചർഡ് നിക്സൺ ഡോളർ അതിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഉപേക്ഷിക്കുന്നതായും ഡോളർ ഗോൾഡ് കൺവേർട്ടബിലിറ്റി സസ്പെൻഡ് ചെയ്യുന്നതായും അറിയിക്കുന്നു. അങ്ങനെ കറൻസിയുടെ മൂല്യം സ്വർണവുമായി ബന്ധപ്പെടണം എന്ന നിർബന്ധം ഇല്ലാതായി. എങ്കിലും ഡോളറിന്റെ ശക്തി കുറഞ്ഞില്ല. 1974-ൽ പുതുക്കിയ പെട്രോ ഡോളർ കരാർ തന്നെ അതിന് കാരണം. സൗദി ഉൾപ്പെടെയുള്ള പെട്രോളിയം ഉൽപ്പാദക രാജ്യങ്ങൾ ഡോളറിൽ മാത്രമാണ് വിപണിയിൽ പെട്രോളിയം ലഭ്യമാക്കിക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഒരു രാജ്യത്തിന്റെ പക്കൽ ഡോളർ നിക്ഷേപം ഉണ്ടാകുന്നത് പ്രയോജനകരവും അത്യന്താപേക്ഷിതവുമാണ് എന്ന രീതി തുടർന്നു പോന്നു. സ്വർണത്തിന് പകരം ഡോളർ കൊടുത്താൽ ഇപ്പോൾ ലഭിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആണെന്ന് മാത്രം. ഇതേ തുടർന്ന് രാജ്യങ്ങൾ അവരുടെ ഡോളർ ശേഖരം അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന US ട്രഷറി ബോണ്ടുകളിൽ നിക്ഷേപിക്കുവാൻ തുടങ്ങി. ട്രഷറി ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇൻട്രസ്റ്റോടുകൂടി നിക്ഷേപമായി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന സിസ്റ്റമാണിത്. അങ്ങനെ ലോക രാജ്യങ്ങൾ അവരുടെ ഡോളർ ശേഖരം ട്രഷറി ബോണ്ടുകളായി US തന്നെ നിക്ഷേപിക്കുന്ന സാഹചര്യം ഉടലെടുത്തു. 2024-ൽ ജപ്പാൻ $1.1 ട്രില്യൺ ട്രഷറി ബോണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ചൈന 797 ബില്യണും ഇന്ത്യ 236 ബില്യണുമാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. 1974-ന് ശേഷം വന്ന ദശകങ്ങൾ ഡോളറിന്റെ എതിരില്ലാത്ത വളർച്ചയുടെ കാലമായിരുന്നു. ലോകരാഷ്ട്രങ്ങളുടെ ഫോറിൻ എക്സ്ചേഞ്ചുകൾ ട്രഷറി ബോണ്ടുകളായി US-ൽ തന്നെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സങ്കല്പിക്കാവുന്നതിലും അധികം പണമായിരുന്നു US ഗവൺമെന്റിന്റെ കൈവശമുണ്ടായിരുന്നത്. ലോക വിപണിയെ നിയന്ത്രിക്കുവാനും ലോക ബാങ്കിനെ ഫണ്ട് ചെയ്യുവാനും അത്യാധുനിക സൈനിക ശക്തി വളർത്തുവാനും US-ന് അതിനാൽ സാധിക്കുന്നു. മറ്റ് രാജ്യങ്ങളുടെ മേലും അവരുടെ സമ്പദ്ഘടനയുടെ മേലും വൻ സ്വാധീനം ചെലുത്തുവാനും US-ന് സാധിക്കുന്നു.
ലോകരാഷ്ട്രങ്ങൾ ഡോളറിൽ നടത്തിയിരുന്ന നിക്ഷേപങ്ങളായിരുന്നു ഡോളറിന്റെ സുപ്രീമസിയുടെ ഒരു കാരണം. എല്ലാ കാലത്തും വിപണിയിൽ ഡോളറിന് ശക്തമായ സ്ഥാനവും മൂല്യവും ഉണ്ടായിരിക്കും എന്ന കണക്കുകൂട്ടലായിരുന്നു ആ നിക്ഷേപങ്ങൾ നടത്തിയതും. എന്നാൽ ഡോളറിന്റെ സുപ്രീമസി ചോദ്യം ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് സമീപകാലത്ത് കണ്ടത്. US ഗവൺമെന്റ് കണക്കില്ലാതെ ഡോളർ അച്ചടിക്കുന്ന രീതി സമീപകാലത്ത് കണ്ടുവരുന്നു. US ഡോളറിന്റെ ലഭ്യത അതുവഴി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വില ഇടിയുകയും ഇൻഫ്ലേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. 2008 സാമ്പത്തിക മാന്ദ്യം നേരിടാൻ ട്രില്യൺ കണക്കിന് പുതിയ ഡോളർ അമേരിക്ക അച്ചടിച്ചിറക്കി. 2020 ട്രംപ് ഗവൺമെന്റ് 4 ട്രില്യണും 2021 ബൈഡൻ ഗവൺമെന്റ് 2 ട്രില്യൺ ഡോളറും അച്ചടിച്ചിറക്കി. അതായത് 2020-21 കാലയളവിൽ 6 ലക്ഷം കോടി ഡോളർ. ഇതോടൊപ്പം മറ്റു പല കാരണങ്ങളും ഉണ്ടാക്കിയ ആഗോള നാണ്യപ്പെരുപ്പം ലോകത്തെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ്. ഡോളറിന്റെ മൂല്യത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന പ്രതിഭാസമാണിത്. US സാങ്ഷനുകളും ട്രേഡ് ബ്ലോക്കേഡുകളും ഒരു രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ വെറും 2 ആഴ്ച കൊണ്ട് പരുങ്ങലിലാക്കുവാൻ സാധിക്കും. 2022 റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ റഷ്യയുടെ കോടാനുകോടി വരുന്ന ഡോളറിൽ സൂക്ഷിച്ചിരിക്കുന്ന നിക്ഷേപങ്ങളാണ് മരവിപ്പിക്കപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണത്തിൽ വന്നപ്പോഴും ട്രില്യൺ കണക്കിന് ഫോറിൻ എക്സ്ചേഞ്ച് നിക്ഷേപങ്ങളാണ് താലിബാൻ ഭരണകൂടത്തിന് നഷ്ടമായത്. US വിരുദ്ധ രാജ്യങ്ങൾ മറ്റ് കറൻസികളെ പറ്റി ആലോചിച്ചു തുടങ്ങുവാനും ഇത് കാരണമായി. റഷ്യ ചൈന വ്യാപാരങ്ങളെല്ലാം ഇപ്പോൾ ചൈനീസ് കറൻസിയായ യുവാനിലാണ് നടത്തപ്പെടുന്നത്. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലം വരെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ ട്രേഡ് പാർട്ണർ US ആയിരുന്നു. എന്നാൽ അത്ഭുതകരമായ വളർച്ചയെ തുടർന്ന് മിക്ക രാജ്യങ്ങളുടെയും ഏറ്റവും വലുതോ രണ്ടാമത്തേതോ ആയ ട്രേഡ് പാർട്ണറായി ചൈന മാറുന്നു. അമേരിക്കയും അവരുടെ വെസ്റ്റേൺ ആലൈസുമായി ട്രേഡ് വാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ചൈനയ്ക്ക് യുവാനിലോ ഡോളർ ഇതര കറൻസിയിലോ ട്രേഡിംഗ് നടത്തുന്നത് കൂടുതൽ പ്രയോജനകരമാണ് എന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അമേരിക്കൻ ട്രേഡ് ബ്ലോക്കേഡുകൾ ചൈനയെ കൂടുതൽ ബാധിക്കാതെ ഇരിക്കാൻ ഡി ഡോളറൈസേഷൻ സഹായിക്കുമെന്ന് ചൈന കണ്ടു. സൗദി പെട്രോ ഡോളർ കരാറിന്റെ കാലാവധി തീർന്നത് ഡി ഡോളറൈസേഷന്റെ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കി. തങ്ങളുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡോളറിൽ മാത്രമേ വിൽക്കൂ എന്ന എക്സ്ക്ലൂസിവിറ്റി ഡീൽ സൗദി പുതുക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. ചൈന, ഇന്ത്യ, ബ്രസീൽ, റഷ്യ, സൗത്ത് ആഫ്രിക്ക എന്നീ 5 ലോക ശക്തികൾ ചേർന്ന ബ്രിക്സ് രാജ്യങ്ങൾ അവർക്കിടയിലുള്ള വ്യാപാരങ്ങൾ ഒരു കോമൺ R5 കറൻസിയിലേക്ക് മാറ്റുവാനുള്ള പ്രക്രിയകൾ ആരംഭിച്ചു എന്നാണ് വാർത്തകൾ. ഡോളറിന്റെ ശക്തിക്ഷയം കണ്ടു തുടങ്ങിയ നാൾ മുതൽ ചൈനയുൾപ്പെടെ അനേകം രാജ്യങ്ങൾ വീണ്ടും ടൺ കണക്കിന് സ്വർണം വാങ്ങിക്കൂട്ടുവാൻ തുടങ്ങി. റിസർവ് കറൻസിയായ ഡോളറിൽ നിക്ഷേപിക്കാതെ സ്വർണത്തിൽ നിക്ഷേപം നടക്കുന്നത് ഡോളറിന് ഭീഷണിയാണ്. വരും നാളുകളിൽ സ്വർണത്തിന്റെ വില ഇനിയും കുത്തനെ ഉയരുവാനും ഇത് കാരണമായേക്കും. എന്നിരുന്നാലും ലോക കറൻസി എന്നുള്ള ഡോളറിന്റെ സ്ഥാനം സമീപ ഭാവിയിൽ ഒന്നും തകരുവാൻ ഇടയില്ല. ഡി ഡോളറൈസേഷൻ നടക്കുമെങ്കിൽ കൂടെ അതിനായി 1/2 നൂറ്റാണ്ടെങ്കിലും എടുക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഡോളറിന് പകരം മറ്റൊരു കറൻസി വരുന്നതുവരെ ലോക കറൻസിയായി ഡോളർ തുടരും. ബദൽ കറൻസി അത്ര എളുപ്പവുമല്ല. ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ US, UK, യൂറോപ്യൻ യൂണിയൻ, കാനഡ, ജപ്പാൻ സഖ്യം പോലെ സുശക്തമല്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളിലും വിള്ളലുകൾ വീണിരിക്കുന്നു. റഷ്യയുടെ ഇപ്പോഴത്തെ ഏകാധിപതി പുടിൻ ആന്റി വെസ്റ്റ് ആണെങ്കിലും റഷ്യൻ ജനത ആ വികാരം ഉൾക്കൊള്ളുന്നുണ്ടോ എന്നത് സംശയമാണ്. പുടിന് ശേഷം റഷ്യയുടെ നയതന്ത്ര ചായ്വും പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് കറൻസി കൊണ്ടോ R5 കൊണ്ടോ ഡോളർ റീപ്ലേസ് ചെയ്യപ്പെടുമോ എന്ന് ഉറപ്പിക്കുവാനാകില്ല. സൗദിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളതിനും പെട്രോ ഡോളറിന്റെ ഭാവി എങ്ങോട്ട് എന്നതിനുമുള്ള വ്യക്തത വരും നാളുകളിൽ പുറത്തു വരുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ബ്രെട്ടൻ വുഡ്സ് സമ്മേളനം മുതൽ നിലനിന്നിരുന്ന ലോകഘടന അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. US ഡോളർ എന്ന ഒറ്റ ധ്രുവത്തിൽ നിന്ന യൂണിപോളർ വേൾഡ് ഓർഡർ ഒരു മൾട്ടിപോളർ വേൾഡ് ഓർഡറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ സംശയമില്ല. വലിയ മാറ്റങ്ങൾക്ക് നമുക്കും സാക്ഷികളാകാമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പക്ഷേ കോൺവെർസേഷൻസ് അത് തുടർന്നുകൊണ്ടേയിരിക്കും. വി വെർ ജസ്റ്റ് ഇൻ കോൺവെർസേഷൻസ്. ഗുഡ് ബൈ.